ഇലക്ഷൻ റിസൾട്ട് പൊതുവിലൊരു ഒന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പഴയ ചില ഓർമ്മകൾ, അതായത് MGR കാലഘട്ടം ഒക്കെ ഓർത്തിരിക്കുന്നവർക്കറിയാം. MGR, ജയലളിത, ജാനകി രാമചന്ദ്രൻ, ആ ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ സിനിമാ താരങ്ങൾ വന്നിട്ട് തമിഴ്നാട്ടിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കമലഹാസന് തമിഴ് ജനതയെ ആകർഷിക്കാനായില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് പുള്ളി പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഇതായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കുറെ കൂടെ പോപ്പുലറായിട്ടുള്ള നടന്മാർ വരുമ്പോൾ NT രാമറാവു ഇതേപോലെ ആയിരുന്നു ആന്ധ്രാപ്രദേശിൽ വന്ന് അധികാരം പിടിച്ചത്. MGR ഇതേപോലെയായിരുന്നു. MGRന് ഇതേപോലെ ഒരു ഭാര്യയും മറ്റ് ഈ പറയുന്ന ഈ വിജയുടെ അതേ രീതികളൊക്കെ ആയിരുന്നു പുള്ളിക്ക്. അപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ എന്താണ് ഒരു ജനാധിപത്യത്തിലൂടെ ആരാണ് വരുന്നത്, എന്താണ് വരുന്നത്? ജസ്റ്റ് ഒരു സിനിമാ താരത്തിനോടുള്ള ഇഷ്ടം പോലെ രാഷ്ട്രീയത്തിൻ്റെ, അതായത് റിയൽ ലൈഫും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു ഈ വിജയ് കുറേ കൂടെ മുന്നേ പരിപാടികൾ തുടങ്ങിയിരുന്നെങ്കിൽ, കാര്യം പുള്ളി 2021 മുതൽ സൂചനകൾ നൽകുന്നുണ്ട്, പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഫൈനലി കുറച്ച് അമാന്തം പല കാര്യങ്ങളും ഉണ്ടായി. അല്ലെന്നുണ്ടായിരുന്നെങ്കിൽ ഒരു ക്ലീൻ സ്വീപ്പ്, ഒരു 200-230 സീറ്റൊക്കെ നേടാൻ സാധ്യത ഉള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. വിജയ്, ഞാൻ വെറുതെ പറയുന്നല്ല, എനിക്കതിനകത്ത് ഒരു അത്ഭുതവും ഇല്ല. തമിഴ്നാടിൻ്റെ ഇന്നേ വരെയുള്ള ആ ഒരു പൊളിറ്റിക്കൽ കൾച്ചറും അവർ ഒപ്പോസ് ചെയ്യുന്ന പല കാര്യങ്ങളും, ഹിന്ദിക്കെതിരെ ഭയങ്കര വൈകാരികമായിട്ടാണ്, അതുപോലെ തന്നെ ഭാഷാപരമായിട്ടുള്ള ഒരു നിലപാടും, ഇതൊക്കെ തന്നെ ദേ ആർ ആഫ്റ്റർ സില്ലി മാറ്റേഴ്സ് ആക്ച്വലി. അവർ ഇലക്ഷന് അവരെ അന്നേരം പ്രീണിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് പ്രീതി തോന്നുന്ന ആളുകളാണ്. അല്ലാതെ വളരെ കടുത്ത രാഷ്ട്രീയ ചർച്ചകളോ അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള അങ്ങനെയൊന്നും തമിഴ്നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. വേണമെങ്കിൽ നമുക്ക് പൊക്കി അടിച്ചുകൊണ്ട് പോവാം. അല്ലാതെ അതാണ് ഒരു സിനിമാ താരം നേരെ സ്ക്രീനിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് തമിഴ്നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. ഇനി എനിക്ക് തോന്നുന്നില്ല ആന്ധ്രയിൽ ഇനി അത് നടക്കുമെന്ന്. ആന്ധ്രയിൽ പിന്നെ അതിനുശേഷം അത് അറ്റംപ്റ്റ് ചെയ്ത നടന്മാർ ആരും തന്നെ ആ രീതിയിൽ എത്തിയില്ല. വിജയ് തന്നെ ആദ്യം ഈ തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് ചില റാലികളൊക്കെ നടത്തി അതിനകത്തുണ്ടായിട്ടുള്ള അത്യാഹിതങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുക. ജനം എന്തിനാണ് അവിടെ വരുന്നത്? ഒരു സിനിമാ താരത്തെ കാണും. സിനിമ തന്നെയാണ് രാഷ്ട്രീയം. ദർ ഇസ് നോ ഡിഫറൻസ്. ഇതൊരു തരം ഒരു ഹിപ്നോസിസ് എന്ന് വേണമെങ്കിൽ പറയാം. അതെന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് അവിടെ. അത് മാറ്റാൻ ആർക്കും താല്പര്യമില്ല. ഒരു റാഷണൽ എലമെന്റ് എന്ന് പറയുന്നത് അവിടെ കുറഞ്ഞു വരികയാണ്. അവിടുത്തെ ഈവൻ യുക്തിവാദ പ്രസ്ഥാനങ്ങൾ പോലും ഈ ഒരു ഇതിൻ്റെ അവസ്ഥയിലാണെന്ന് എനിക്ക് തോന്നുന്നു. സയൻസ് ബേസ്ഡ് ഒന്നും അല്ല ബേസിക്കലി, അല്ലെങ്കിൽ യാഥാർത്ഥ്യം യുക്തി ഒന്നുമല്ല. അത് അവരെ സംബന്ധിച്ച് പലതും അതൊക്കെ ഒരു ജാതി പോരാട്ടവും അങ്ങനെയൊക്കെയുള്ള സംഗതിയാണ്. ഇപ്പോൾ EVR ഒക്കെ തന്നെ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ തന്നെ അവിടെ ആളുകൾ കരുതുന്ന അവിടെ ഭയങ്കര നിരീശ്വരവാദ പ്രസ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അതല്ല, അവിടെ ഉണ്ടായിരുന്ന സ്വാഭിമാന പ്രസ്ഥാനം, അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട്, അല്ലെന്നുണ്ടെങ്കിൽ കൾച്ചറലായിട്ടുള്ള ചില ഗ്രൂപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതിന് സയൻസും എത്തീസും ഒന്നും ആവശ്യമില്ല. അതാണ് എൻ്റെ സത്യം. അതാണ് ഇലക്ഷനെ കുറിച്ച് എനിക്ക് പൊതുവായിട്ട് പറയാനുള്ളത്. പിന്നെ